ഞാൻ പറയാനിരുന്ന എല്ലാ പോയിൻറ്സും എൻ്റെ സഹോദരികളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള 2 പോയിൻ്റ് മാത്രം പറയാനാണ് ഇവിടെ വന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ ശരീരം ജീർണിക്കാൻ തുടങ്ങുന്നത് 4-ാം ദിവസമാണ്. ഇപ്പോൾ യേശു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ സങ്കീർത്തനം 16-ാം അധ്യായത്തിലാണത്. ഈ തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് പല പ്രാവശ്യം ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്നെക്കുറിച്ച് എനിക്കിതൊരു പുതിയ അറിവായിട്ടാണ് തോന്നുന്നത്. അതായത് അതുപോലെ കുടുംബസ്വത്തിൻ്റെ കാര്യം, കുടുംബനാഥൻ മക്കൾക്ക് സ്വത്തൊക്കെ വീതിച്ചു കൊടുക്കും. എന്നാൽ യഥാർത്ഥമായ സ്വത്ത്, നമ്മുടെ യഥാർത്ഥമായ സ്വത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഹരിയും പാനപാത്രവും കർത്താവാണ്, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ഇതും ബൈബിളിൽ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിൽ മനസ്സിലാകുന്നത് ഇപ്പോൾ ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെയാണ്. അതുപോലെ ഇന്നലെ ഞാൻ കൊയർ സംഘം ഒരു പാട്ട് പാടി. അത് കാൽവരിയിൽ യേശു മരിച്ചു കഴിയുമ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയി, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. അത് പാടിക്കെട്ടപ്പോൾ എനിക്കൊത്തിരി ഞാനാകെ ഒരു ഇതുപോലെയായി. അന്നേരം ഞാൻ അന്നേരം തൊട്ട് ആഗ്രഹിക്കുമായിരുന്നു, ഒരു പ്രാവശ്യം കൂടി ഈ പാട്ടൊന്ന് പാടി കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് ബ്രദർ പാടി, അതിനോടൊപ്പം കൊയറും കൂടെ പാടി. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പാടി എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിനും ബ്രദറിനും കൊയർ സംഘത്തിനും